ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സ് ആണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സിൽ നമുക്ക് ടാക്സിന് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ് ബർഡൻ, സെക്കൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ് റേറ്റ്, തേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ് ബേസ്, ഫോർത്ത് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ 4 ആയിട്ടാണ് നമുക്ക് ടാക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആ 4 ബേസുകളാണ് നമ്മൾ കൊടുത്തത്. ടാക്സ് ബേർഡൻ്റെ ബേസിലും, മറ്റൊന്ന് ടാക്സ് റേറ്റിൻ്റെ ബേസിൽ, ടാക്സ് ബേസിൻ്റെ ബേസിൽ, അതുപോലെ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ അതിൻ്റെ ബേസിലും നമുക്ക് ടാക്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ് ബേർഡൻ ആണ് നമ്മൾ നോക്കുന്നത്. ടാക്സ് ബേർഡൻ്റെ ബേസിൽ നമുക്ക് ടാക്സിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡയറക്റ്റ് ടാക്സ്. A direct tax is that tax whose burden is borne by the same person on whom it is levied. The ultimate burden of taxation falls on the person on whom the tax is levied. It is based on income and property of a person. എന്താണ് ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സിൽ is that tax whose burden is borne by the same person on whom it is levied. ആരിലാണോ ആ ടാക്സ് ലെവി ചെയ്തത്, ആരിലാണോ ആ ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തത്. നമുക്കറിയാം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ആരിലാണോ ഗവൺമെൻറ് ആ ടാക്സ് ലെവി ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസ് ചെയ്യുക, ചുമത്തുക, ലെവി ചെയ്യുന്നത്, അയാൾ തന്നെ അതിൻ്റെ ബേർഡൻ ബോൺ ചെയ്യേണ്ടി വരും. അയാൾ തന്നെ അതിൻ്റെ ബേർഡൻ എടുത്തുകൊള്ളണം. അയാൾ എന്താണോ ആ ടാക്സിൻ്റെ ബേർഡൻ എങ്കിൽ ആ ടാക്സ് ബേർഡൻ അയാൾ തന്നെ ബോൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടാക്സിന് പറയാം ഡയറക്റ്റ് ടാക്സ്. The ultimate burden of taxation falls on the person on whom the tax is levied. അതിൻ്റെ അൾട്ടിമേറ്റ് ബേർഡൻ അയാൾ തന്നെ വഹിക്കണം. എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ആ ടാക്സിനെ വേറൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആരിലാണോ ഗവൺമെൻറ് ആ ടാക്സ് ഇമ്പോസ് ചെയ്തത് അയാൾ തന്നെ ആ ടാക്സിൻ്റെ പേയ്മെൻറ്റും നടത്തണം. അതിനാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇത് മെയിനായിട്ടും ഇൻകം, പ്രോപ്പർട്ടി അതിൻ്റെ മുകളിലേക്കാണ് ഡയറക്റ്റ് ടാക്സ് വരിക. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്ന, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, അല്ലേ? ഇൻകം ടാക്സ് എങ്ങനെയാണ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നത്? ഇൻകം കൂടുതലുള്ള ആളുകൾക്കാണ് ഇൻകം ടാക്സ് വരിക. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആർക്കാണോ ആ ഇൻകം ടാക്സ് വരുന്നത് ആ വ്യക്തി തന്നെ ആ ടാക്സ് പേ ചെയ്യണം, ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. അത് വേറൊരാളിലേക്ക് അയാൾക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്. ഇതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാവരും നോട്ട് ചെയ്യുക. കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്. നെക്സ്റ്റ് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്താ നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് നോക്കി, ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ടാക്സ്. Indirect tax is that tax which is initially paid by one individual, but the burden of which is passed over to some other individual who ultimately bears it. It is levied on the expenditure of a person. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് ദാറ്റ് ടാക്സ് വിച്ച് ഈസ് ഇനീഷ്യലി പെയ്ഡ് ബൈ വൺ ഇൻഡിവിജ്വൽ ബട്ട് ദ ബേർഡൻ ഓഫ് വിച്ച് ഈസ് പാസ്ഡ് ഓവർ ടു സം അതർ ഇൻഡിവിജ്വൽ. അതായത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൽ തന്നെയാണ് ഗവൺമെൻറ് ആദ്യം ഇമ്പോസ് ചെയ്യുന്നത്. പക്ഷേ ആ ഇൻഡിവിജ്വലിന് അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിൻ്റെ ബേർഡൻ വേറൊരാളിലേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സെല്ലറുടെ മുകളിലാണ് ഒരു ടാക്സ് വരുന്നത്, ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു സെല്ലറുടെ മുകളിലാണ് ഒരു ടാക്സ് വരുന്നതെങ്കിൽ അയാൾക്ക് അതൊരു റീറ്റെയിലറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, റീറ്റെയിലറിലേക്ക് പാസ് ചെയ്യാം. റീറ്റെയിലർക്ക് ഒരു കൺസ്യൂമറിലേക്ക് അതിനെ പാസ് ചെയ്യാം, ഒരു കൺസ്യൂമർക്ക് വേറൊരു കൺസ്യൂമറിലേക്ക് അത് പാസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ പേഴ്സൺ. മെയിനായിട്ടും ഒരു പേഴ്സൻ്റെ എക്സ്പെൻഡിച്ചറിലാണ് ഇൻഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടീസ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം സെയിൽസ് ടാക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് സ്ലൈഡിൽ നോക്കാം ഉള്ളത് ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ് റേറ്റ് ആണ്.
ഓൺ ദ ബേസ് ഓഫ് ടാക്സ് റേറ്റ് നമുക്ക് ടാക്സിന് പ്രോഗ്രസീവ് ടാക്സ് എന്നും പ്രപ്പോർഷണൽ ടാക്സ് എന്നും റിഗ്രസീവ് ടാക്സ് ഡിഗ്രസീവ് ടാക്സ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. പ്രോഗ്രസീവ്, പ്രപ്പോർഷണൽ, റിഗ്രസീവ് ആൻഡ് ഡിഗ്രസീവ് ടാക്സ്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് പ്രോഗ്രസീവ് ടാക്സ്, പ്രപ്പോർഷണൽ, റിഗ്രസീവ് ആൻഡ് ഡിഗ്രസീവ്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രപ്പോർഷണൽ ടാക്സേഷൻ ആണ്. എ ടാക്സ് ഈസ് കോൾഡ് പ്രപ്പോർഷണൽ. ഒരു ടാക്സിനെ പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം അതിന്റെ കണ്ടീഷൻ? When the rate of taxation remains constant as income of the taxpayer increases. ഒരു ടാക്സ് പേയറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ടാക്സേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ടാക്സിന് പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറയും. എന്താണ് പ്രപ്പോർഷണൽ ടാക്സ്? ടാക്സ് പേയറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ടാക്സേഷൻ, ടാക്സ് പേയറുടെ ഇൻകം കൂടിയാലും ടാക്സേഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ടാക്സിന് പറയുന്ന പേരാണ് പ്രപ്പോർഷണൽ ടാക്സ്. In this system, all income are taxed at a single uniform rate, irrespective of whether taxpayers' income is high or low. The tax liability increases in absolute terms, but the proportion of income tax remains the same. അപ്പോൾ അതിൽ പ്രപ്പോർഷണൽ ടാക്സ് എന്താണെന്ന് മാത്രം നോട്ട് ചെയ്യുക. When the rate of taxation remains constant as the income of the taxpayer increases. Next one, progressive taxation. When the rate of taxation increases as the taxpayer's income increases, it is called a progressive tax. അതായത് ടാക്സ്പെയറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതേ പ്രപ്പോർഷനിൽ തന്നെ റേറ്റ് ഓഫ് ടാക്സേഷനും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പറയാം പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇൻ ദിസ് സിസ്റ്റം ദ റേറ്റ് ഓഫ് ടാക്സ് ഗോസ് ഓൺ ഇൻക്രീസിംഗ് വിത്ത് എവറി ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അതേ പ്രപ്പോർഷനിൽ തന്നെ ടാക്സേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോഗ്രസീവ് ടാക്സേഷൻ. നെക്സ്റ്റ് regressive taxation ആണ്. A regressive tax is one in which the rate of taxation decreases as the taxpayer's income increases. ടാക്സ്പെയറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ടാക്സേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സിന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, കുറയുകയാണെങ്കിൽ നമ്മൾ ആ ടാക്സിന് പറയുന്ന പേരാണ് റിഗ്രസീവ് ടാക്സ്. അതായത് ലോ ഇൻകം ഉള്ള ആളുകൾക്ക് ഹൈ റേറ്റ് ഓഫ് ടാക്സ്, അതുപോലെ ഹൈ ഇൻകം ഉള്ള ആളുകൾക്ക് ലോ റേറ്റ് ഓഫ് ടാക്സ്. ഇത് റിഗ്രസീവ് ടാക്സേഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ഡിഗ്രസീവ് ടാക്സേഷൻ. ഡിഗ്രസീവ്. A tax is called digressive when the rate of progressive in taxation does not increase in the same proportion as the increase in income. അതായത് ഡിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സേഷന്റെയും പ്രപ്പോർഷണൽ ടാക്സേഷന്റെയും ഒരു മിക്സ് ആണ്. പ്രോഗ്രസീവിന്റെയും പ്രപ്പോർഷണൽ ടാക്സിന്റെയും ഈ രണ്ടിന്റെയും മിക്സ് ആണ് ഡിഗ്രസീവ് ടാക്സ്. ഡിഗ്രസീവ് ടാക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് ആഫ്റ്റർ ദാറ്റ് എ യൂണിഫോം റേറ്റ് ഈസ് ചാർജ്ഡ്. അതായത് റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസ് ചെയ്യും അപ് ടു എ സർട്ടൻ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ടാക്സും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ആഫ്റ്റർ ദാറ്റ് പോയിന്റ്, അതിന് ശേഷമുള്ള പോയിന്റിൽ ടാക്സ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ഡിഗ്രസീവ് ടാക്സേഷൻ. ഡിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഇസ് എ മിക്സ് ഓഫ് പ്രോഗ്രസീവ് ആൻഡ് പ്രപ്പോർഷണൽ ടാക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകത്തിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും റേറ്റ് ഓഫ് ടാക്സ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് പ്രപ്പോർഷണൽ. എന്നാൽ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രസീവ് ടാക്സേഷനിൽ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും അപ് ടു എ സർട്ടൻ ലിമിറ്റ്, ഒരു സർട്ടൻ ലിമിറ്റ് വരെ. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം എന്താ സംഭവിക്കുക? ടാക്സ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതാണ് ഡിഗ്രസീവ് ടാക്സേഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ടാക്സ് ബേസ് ആണ്. ടാക്സ് ബേസിന്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ടാക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അഡ് വലോറം ടാക്സും മറ്റൊന്ന് സ്പെസിഫിക് ടാക്സും. എന്താണ് അഡ് വലോറം ടാക്സ്, എന്താണ് സ്പെസിഫിക് ടാക്സ് നോക്കാം. അഡ് വലോറം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഈസ് ബേസ്ഡ് ഓൺ ദ അസസ്ഡ് വാല്യൂ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ, ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ വാല്യൂവിന്റെ ബേസിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അഡ് വലോറം ടാക്സ്. നമുക്കൊരു ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ് അഡ് വലോറം എന്നുള്ളതിന്റെ ഒരു മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്, അക്കോർഡിംഗ് ടു വാല്യൂ. അഡ് വലോറം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ് അക്കോർഡിംഗ് ടു വാല്യൂ. അതായത് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് വാല്യൂ. അതാണ് അഡ് വലോറം ടാക്സ്. നെക്സ്റ്റ് വൺ സ്പെസിഫിക് ടാക്സ് ആണ്. അതിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് വാല്യൂ നോക്കിയിട്ടല്ല, അതേസമയം ആ കമോഡിറ്റിയുടെ വെയിറ്റ് നോക്കിയിട്ടാണ്. ടാക്സ് ഈസ് ഇമ്പോസ്ഡ് അപ്പോൺ ദ വെയിറ്റ് ഓഫ് ദ കമോഡിറ്റി.
നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ എക്സൈസ് ഡ്യൂട്ടി. എന്താണ് എക്സൈസ് ഡ്യൂട്ടി? ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് വിത്തിൻ ദ കൺട്രി. കൺട്രിക്കകത്ത് തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പറയും എക്സൈസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫോറിൻ കൺട്രി ആൻഡ് ഇമ്പോർട്ടഡ്. ഗുഡ്സ് ഫോറിൻ കൺട്രിയിൽ ഔട്ട്സൈഡ് ദ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ വേയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ടാക്സ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞത്. ഓൺ ദ ബേസ് ഓഫ് ടാക്സ് ബേർഡൻ 4 ക്ലാസിഫിക്കേഷനാണ്. ഓൺ ദ ബേസ് ഓഫ് ടാക്സ് ബേർഡൻ, ഓൺ ദ ബേസ് ഓഫ് ടാക്സ് റേറ്റ്, ഓൺ ദ ബേസ് ഓഫ് ടാക്സ് ബേസ്, ഓൺ ദ ബേസ് ഓഫ് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. ഓൺ ദ ബേസ് ഓഫ് ടാക്സ് ബേർഡനിൽ നമ്മൾ 2 ടൈപ്പ് ടാക്സ് കണ്ടു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഓൺ ദ ബേസ് ഓഫ് ടാക്സ് റേറ്റ് കണ്ടു. അതിൽ 4 ടൈപ്പ് ടാക്സ് കണ്ടു. ഒന്ന് പ്രോഗ്രസീവ് ടാക്സ്, പ്രപ്പോർഷണൽ ടാക്സ്, റിഗ്രസീവ് ടാക്സ്, ഡിഗ്രസീവ് ടാക്സ്. ഈ 4 ടാക്സ് സിസ്റ്റം പറഞ്ഞപ്പോഴും 4 എണ്ണത്തിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ടാക്സ് റേറ്റും അതുപോലെ തന്നെ ഇൻകവും വെച്ചിട്ടാണ്. ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് ടാക്സ് റേറ്റിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്. പ്രോഗ്രസീവിൻ്റെ കേസിൽ പറഞ്ഞു ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റും കൂടും. പ്രപ്പോർഷനിൽ പറഞ്ഞു ഇൻകം കൂടിയാലും കുറഞ്ഞാലും ടാക്സ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവില്ല. റിഗ്രസീവ് ടാക്സിൽ പറഞ്ഞു ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റ് കുറയും. അങ്ങനെയാണ്, നേരെ തിരിച്ചായിട്ടാണ്. പ്രോഗ്രസീവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിഗ്രസീവ് ടാക്സ്. ഡിഗ്രസീവ് ടാക്സിൽ പറഞ്ഞു ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് പ്രോഗ്രസീവ് ആൻഡ് പ്രപ്പോർഷണൽ. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യും അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ആഫ്റ്റർ ദാറ്റ് ടാക്സ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മൾ ലാസ്റ്റ് ഡിഗ്രസീവ് ടാക്സിൽ പറഞ്ഞത്. തേർഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ടാക്സ് ബേസ് ആയിരുന്നു. അതിൽ 2 ടാക്സ് ഉണ്ട്, അഡ് വലോറം ടാക്സും സ്പെസിഫിക് ടാക്സും. ലാസ്റ്റ് നമ്മൾ കണ്ടത് ഓൺ ദ ബേസ് ഓഫ് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിലും 2 ടൈപ്പ് ടാക്സ് ഉണ്ടായിരുന്നു, എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും. അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ലൈഡുകളും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഓരോന്നും അതിൽ സബായിട്ട് നമുക്ക് വരുന്ന ടാക്സുകളും എല്ലാവരും ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.